ഞാനൊരു അസൈൻമെൻറ്റിൻ്റെ അൽക്കുലത്തെ ഫ്രണ്ട് പേജാണ് കാണിക്കാൻ പോകുന്നത്. സോറി, ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് എടുക്കുന്നത് ജസ്റ്റ് ഒരു കീറിയ A4 ഷീറ്റ്, കുറച്ച് മറ്റേ ഗിഫ്റ്റ് പേപ്പേഴ്സിൻ്റെ ഉണ്ടല്ലോ, കുറച്ച് കീറി ഗിഫ്റ്റ് പേപ്പേഴ്സ്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കാനുള്ള കുറച്ച് പേപ്പേഴ്സ് കീറി വെച്ചതാണിത്. ഞാൻ ആ കീറി ഭാഗം കാണാത്ത രീതിയിലാണ് ഗിഫ്റ്റ് പേപ്പറാണ് A4 ഷീറ്റിനോട് ഒട്ടിച്ചിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഗിഫ്റ്റ് പേപ്പേഴ്സ് മുഴുവൻ ഞാൻ ചെറിയ വട്ടം, വലിയ വട്ടം, മീഡിയം വട്ടം എന്ന രീതിയിൽ ഫുള്ള് ഞാൻ അങ്ങനെ വട്ടമായി മുറിച്ചിടുകയാണ്. പിന്നെ ഞാൻ മുറിച്ച് വെച്ചത് മുഴുവൻ ഞാൻ അറഞ്ചും പുറഞ്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ A4 ഷീറ്റിൻ്റെ മുകളിൽ തലങ്ങും വിലങ്ങൊക്കെ ആയിട്ട് ഒട്ടിക്കുകയാണ്. പിന്നെ ഞാൻ അസൈൻമെൻറ്റിൻ്റെ മുകളിൽ അസൈൻമെൻറ്റൊന്നും പേര്, ക്ലാസ്, റോൾ നമ്പർ, സബ്ജക്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സങ്കടം മുഴുവൻ ആ മേശപ്പുറം കണ്ടിട്ടായിരുന്നു. പിന്നെ ഞാനിത് എന്ന് വൃത്തിയാക്കി കഴിയുമെന്നായിരുന്നു എൻ്റെ ചിന്ത. മുഴുവൻ ആ വലിച്ച് വാരിക്കിട്ട് പിന്നെ ഞാൻ അതൊക്കെ ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒട്ടിക്കുന്ന നേരത്ത് വോയിസ് ഓവർ കൊടുക്കാൻ വോയിസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും സംസാരിക്കേണ്ടത് വെച്ച് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയാണ്. പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് അടപ്പുണ്ട്, തൊണ്ടയിൽ ഒരു ഗതകരമാതിരി ഉണ്ടാവും. അതാണ് എൻ്റെ ആവശ്യമില്ല. പിന്നെ വീഡിയോയിൽ ഫുള്ള് സത്യം പറഞ്ഞാൽ എൻ്റെ ഓരോ മണ്ടത്തരങ്ങളാണ്. ഞാൻ ഈ അസൈൻമെൻറ്റിൻ്റെ പേരിൽ 4-5 മണ്ടത്തരങ്ങൾ സഹിച്ചു. അതിലൊന്നാണിത്. ശരിക്കും അസൈൻമെൻറ്റിലായിരുന്നു എഴുതേണ്ടത്, സോറി A4-ലായിരുന്നു എഴുതേണ്ടത്, നോട്ടിലായിരുന്നു എഴുതേണ്ടത്. എന്നിട്ട് ഞാൻ ആ ഫ്രണ്ട് പേജ് അങ്ങ് കയറി വേറെ അസൈൻമെൻറ്റ് വെക്കാൻ വെച്ച് അതെടുത്ത് വെച്ച് പിന്നെ 2 അസൈൻമെൻറ്റ് 2 പേജ് ഞാൻ നോട്ടിലിടിച്ച്. കാരണം എനിക്ക് വീണ്ടും നോട്ടിൽ എഴുതാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എന്ത് മടിയായതുകൊണ്ട് ഞാൻ നോട്ടിൽ ആ A4 വളരെ ബുദ്ധിപൂർവ്വമായി കൊള്ളിച്ചു. 2 A4 ഷീറ്റ് ഉണ്ടായിരുന്നു നോട്ടിനുള്ളിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ കാണിച്ചാൽ 2 പേജ് A4 ഇതാ നമുക്ക് തുറന്ന് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് A4 ഷീറ്റായിട്ട് കാണാം. നോട്ടിൽ എഴുതാൻ വയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഓക്കെയല്ലേ? അപ്പോൾ അത് 2 പേജ് എങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മണ്ടത്തരം നമ്മൾ ശരിക്കും ഒരു നോട്ട് ബുക്കിൽ ഒട്ടിച്ചില്ലേ. ശരിക്കും അത് ആ നോട്ട് ബുക്കിലായിരുന്നില്ല വേണ്ടുന്നത്, അത് വേറെ നോട്ട് ബുക്കിലായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ ഞാൻ ആ നോട്ട് ബുക്കിൽ നിന്ന് ആ പേജ് ഫുൾ കീറി ശരിക്കും വേണ്ടിയിരുന്ന നോട്ട് ബുക്കിലേക്ക് ഇത് ഒട്ടിച്ചും കൊണ്ടിരിക്കുകയാണ്. ഓരോ വീഡിയോയിലും എനിക്ക് ഓരോ കോലമാണ്, മനസ്സിലായോ? ഓരോ ദിവസവുമാണത്. ഒരു ദിവസം ഞാൻ ഇതുണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ നോട്ടിലൊട്ടിക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം ഞാൻ നോട്ട് മാറ്റി ഒട്ടിക്കുന്നു. പിന്നെ വേറെ കാര്യം, എൻ്റെ വേറെ പണ്ടാരം പിടിച്ച ഫ്രണ്ട് എന്നോട് പറഞ്ഞത് അത് A4 ഷീറ്റിലാണ് ചെയ്തത്, അത് അസൈൻമെൻ്റ് ആണെന്ന് പറഞ്ഞാണ് ഞാനത് A4 ഷീറ്റിൽ എഴുതാൻ പോയത്. ശരിക്കും അത് പിന്നെയാണ് ഞാൻ സ്കൂളിൽ പോയപ്പോഴാണ് പറഞ്ഞത് A4 ഷീറ്റ് അല്ലേ ഇത് വേണ്ടത്, ശരിക്കും നോട്ട് ബുക്കിലാണ് വേണ്ടത്. മറ്റേ പെണ്ണും ഇതേപോലെ തന്നെ അസൈൻമെൻ്റ് ആക്കി A4 ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. എന്നാലും വിശ്വസിച്ച് പോയി. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. പിന്നെ എത്ര കഷ്ടപ്പെടുന്ന കാരണം C മാർക്കിൻ്റെ സാധനമാണേ, വെറുതെ കളർ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇവിടെ കൊടുത്ത ക്ലിപ്പ് അത് കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോൻ്റെ അന്നത്തെ അത് മുറിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചത് അവസാനം കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഞാനൊരു വീഡിയോ എടുക്കും, ഞാൻ മുമ്പത്തെ വീഡിയോകളൊക്കെ പറഞ്ഞത് ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ പോലും എന്നെ വെറുതെ വിട്ടില്ല. ഫുൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പരത്തി നടന്ന് കാരണം എൻ്റെ വീട്ടിലേക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം പോലും ഇല്ല, ഐ മീൻ പ്രൈവസി. പിന്നെ ഒരാൾ നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അത് ഇവിടെ പോയാലും അങ്ങനെ തന്നെയാണ്, വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതാ ഇതിങ്ങനെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.